എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നാഡീ ജ്യോതിഷം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ഒരു ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. നാഡീ ജ്യോതിഷം എന്നത് ഒരു പഴയ ജ്യോതിഷ ശാഖയാണ് എന്ന് തന്നെ പറയാം. ഇത് പ്രധാനമായും തമിഴ്നാട്ടിലാണ് വികസിച്ചു വന്നത്. ഇതിന്റെ അടിസ്ഥാന ധാരണ പ്രകാരം ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സിദ്ധന്മാരായ പല മഹർഷിമാരും ഓരോ മനുഷ്യന്റെയും ഭാവി താളുകളിലാക്കി സൂക്ഷിച്ചു പോന്നുവന്നു. ഈ താളുകളാണ് നാഡീഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്നു. സാധാരണയായി പഴയ തമിഴ് ലിപിയിലാണ് ഇവ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഡീ ജ്യോതിഷത്തിന്റെ ഏറ്റവും മുഖമുദ്ര പതിപ്പിച്ച സംസ്ഥാനം തമിഴ്നാടാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി നാഡീ ജ്യോതിഷത്തിന്റെ പ്രക്രിയകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിൽ ആദ്യത്തേത് വിരലടയാളം, അതിന്റെ ഉപയോഗം അഥവാ അംഗുഷ്ടമുദ്ര തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഭാവി അറിയാൻ അവന്റെ വലത്തുകൈ, അതായത് ആണുങ്ങളുടേതാണെങ്കിൽ വലത്തുകൈയും പെൺകുട്ടികളുടേതാണെങ്കിൽ ഇടത്തുകൈയുടെ വിരലടയാളമാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമതായുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ഈ വിരലടയാള പ്രകാരമുള്ള നാഡീ താളുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ജ്യോതിഷത്തിൽ വിവിധ താളുകൾ പരിശോധിച്ച് ജ്യോതിഷി അതിലൊന്ന് വ്യക്തിയുടെ ജീവിതവുമായി ചേർന്നുവെന്ന് മനസ്സിലാക്കി ആ താളുകൾ തിരഞ്ഞെടുക്കുന്നു. മൂന്നാമതായി താളുകളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിന്റെ വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ജ്യോതിഷി കണ്ടെത്തിയ താളിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയുടെ ജനനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ, മുജ്ജന്മത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ, കുടുംബം, കരിയർ എങ്ങനെ പോകുന്നു, വിവാഹം, എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവുന്നു എന്ന് തുടങ്ങിയവ ഈ താളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് വായിക്കുന്നു. നാലാമതായുള്ള പ്രക്രിയ ഈ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് മേൽ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ താളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ചില ദുരിതങ്ങൾ ഒഴിവാക്കാനായി ചില പൂജകളും ദാനങ്ങളും തുടങ്ങിയ പരിഹാരങ്ങളെല്ലാം ഇത്തരക്കാർ നിർദ്ദേശിക്കാറുണ്ട്. ഇനി നാഡീ ജ്യോതിഷത്തിന്റെ ശാസ്ത്രീയത എന്തെന്നാൽ ഇത് നമ്മുടെ DNA-യും ജനറ്റിക്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല രാജ്യങ്ങളിലും പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയത അടിസ്ഥാനത്തിൽ യാതൊരു കഠിനമായ തെളിവുകളും ഇല്ല എന്നു തന്നെ വേണമെങ്കിൽ പറയാം. ചിലർ ഇതിനെ ഒരു മാനസിക ആശ്വാസമായി മാത്രം കണക്കാക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ നാഡീഗ്രന്ഥങ്ങൾ ആളുകളുമായി പൊരുത്തപ്പെടാറില്ല എന്നുള്ളതും സത്യം തന്നെയാണ്. ശുദ്ധമായ കൃത്രിമത്വവും വ്യാജവുമാണെന്ന വിമർശനങ്ങളും ഉണ്ട്. കാരണം പല നാഡീ ജ്യോതിഷികൾ മുൻപേ നൽകിയ വിവരങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറ്റി മാറ്റി പറയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മാനസിക ആശ്വാസത്തിനായി മാത്രം കണക്കിലെടുക്കാവുന്നതാണ്. ഇതേ പ്രശ്നം കൊണ്ട് തന്നെ ഇത്തരം ജ്യോതിഷികൾ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഇത് വ്യാജമാണെന്ന പ്രചാരവും ഏറ്റവും കൂടുതലുണ്ട്. എന്നാൽ കൃത്യമായ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതിന് വ്യക്തമായ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പരിഹാരങ്ങളും മാർഗങ്ങളും കിട്ടും എന്നുള്ളതും വാസ്തവമാണ്. ചിലർക്ക് അതിശയകരമായ പൊരുത്തം അനുഭവപ്പെടാം. എന്നാൽ ഇത് ബേർണം എഫക്ട്, അതായത് വ്യക്തിഗതമായി അനുഭവപ്പെടുന്നത്ര സത്യമായ ഒരു പൊതുവായ വിവരണം മാത്രമാണ് എന്ന സൈക്കോളജിക്കൽ പ്രതിഭാസത്തിന്റെ ഫലമായിട്ടായിരിക്കാം എന്നുള്ള വാദവുമുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചിലർക്ക് വിശ്വാസയോഗ്യമായിരിക്കും, ചിലർക്ക് ഇത് വിശ്വാസയോഗ്യവുമായിരിക്കില്ല. എന്നാൽ ശാസ്ത്രീയപരമായി ഇതിന് ഉറച്ച അടിസ്ഥാനങ്ങളൊന്നും ഇന്നുവരെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു അന്തിമമായി കണക്കാക്കാതെ, അന്ധമായി വിശ്വസിക്കാതെ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി മാത്രം, താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രം കണക്കാക്കുക. പ്രത്യേകിച്ച് ദോഷവശങ്ങളാണ് നിങ്ങൾ അറിയുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഒരു പടി മുന്നോട്ട് വെക്കുമ്പോൾ ഉള്ള തടസ്സം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഹാരമായി മാത്രം കണക്കാക്കുക. അല്ലാതെ ഇത് മനസ്സിലിട്ടുകൊണ്ട് നടന്ന് കൂടുതൽ ദുഃഖിതനാവുവാനോ അല്ലെങ്കിൽ അമിതമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അന്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങുവാനോ ഇടയാവാതിരിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ട് അതിനെ ഒരു കടന്നുപടിയായി മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നേറുക. ഒന്നിലും തങ്ങി നിൽക്കാതിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.